ആ മുണ്ട് മാത്രം എടുത്തത് ഇപ്പോൾ സൈഡ് വാ. MT എന്നേക്കുമായി സിത്താരയുടെ പടിയിറങ്ങുകയാണ്. ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലേക്ക് MT പോകുന്നു. ജീവിതത്തിന്റെ അവസാന കുറേ വർഷങ്ങളിൽ അദ്ദേഹം സിത്താരയിലായിരുന്നു കഴിഞ്ഞത്. ഒരുപാട് എഴുത്തുകൾക്കും രചനകൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ച ഇടമാണ് സിത്താര. ആ സിത്താരയിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് MT അവിടെ നിന്ന് പോവുകയാണ്. ഏറെ നേരം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ സിത്താരയുടെ മുറ്റത്തും ആ വഴിയോരങ്ങളിലുമൊക്കെയായി. ഒരേ ഒരു നോക്ക് കാണണം എന്ന ഒരാഗ്രഹവും ആവശ്യവും മാത്രമേ അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് അധികം സമയമില്ല. 5 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചതാണ്. ഇപ്പോൾ 4:30 ആകുന്നു, വൈകിയിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തെ കാണാനെത്തിയവരെ നിരാശപ്പെടുത്തേണ്ട എന്ന ബന്ധുക്കളുടെ തീരുമാനം തന്നെയായിരുന്നു. പലയിടങ്ങളിൽ നിന്നായി ഒരുപാട് യാത്ര ചെയ്ത് അദ്ദേഹത്തെ കാണാനായി എത്തിച്ചേർന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എങ്ങനെ നിരാശപ്പെടുത്തും എന്ന് തന്നെയായിരുന്നു. എന്തായാലും അവസാന മണിക്കൂറിലും അല്പനേരം അവിടെ എത്തിച്ചേർന്ന ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, അദ്ദേഹത്തെ കാണാനുള്ള സമയം അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം ഇതായിപ്പോൾ സിത്താരയിൽ നിന്ന് MT യാത്രയാവുകയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആംബുലൻസിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. മാവൂർ റോഡിലെ ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. അവിടെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഇതെല്ലാം വേണ്ട, ഒഴിവാക്കണം. തന്റെ അവസാന യാത്രയിൽ വിലാപയാത്ര വേണ്ട, ഔദ്യോഗിക ബഹുമതികൾ തനിക്ക് വേണ്ട, റീത്തോ പൂക്കളോ കൊണ്ട് അലങ്കരിക്കരുത് തൻ്റെ അവസാന നിമിഷങ്ങൾ എന്ന് അദ്ദേഹം ബന്ധുക്കളോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയെക്കുറിച്ച്. പക്ഷേ മലയാളികൾക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന മലയാളികൾക്ക് അങ്ങനെയങ്ങ് യാത്ര ചൊല്ലാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആയിരങ്ങൾ, വലിയൊരു പ്രവാഹം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, സിത്താരയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷവും ഇനിയുമുണ്ട് ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാനായി കാത്തിരിക്കുന്നവർ. ആ വഴിയോരങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയും. പോലീസ് നന്നേ പാടുപെടുന്നത് കണ്ടു അവരെയൊക്കെ നിയന്ത്രിക്കാൻ. പക്ഷെ എന്തു ചെയ്യാൻ, ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് ഇതാ MT അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സിത്താരയിൽ നിന്ന് ശ്മശാനത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മലയാളത്തിന്റെ പെരുന്തച്ഛന് വിട നൽകുകയാണ്. വലിയ ശൂന്യതയുണ്ടാക്കിക്കൊണ്ട് മലയാളികൾക്കും മലയാളത്തിലെയും മനസ്സിൽ വലിയ ശൂന്യതയുണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ MT യാത്രയാവുകയാണ്. രാജ്യത്തെ തന്നെ അതീവ പ്രതിഭാധനരായ സാഹിത്യകാരന്മാരിൽ, എഴുത്തുകാരിൽ ഒരാൾ യാത്രയാകുന്നു. കാലത്തിന്റെ മുഴുവൻ ചിന്തകളും പകർത്തിക്കൊണ്ടാണ് MT യാത്രയാകുന്നത്. അദ്ദേഹം ഇനിയും ജീവിക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ മലയാളികൾ ഇനിയും എത്രയോ നാൾ അദ്ദേഹത്തെ മനസ്സിൽ സൂക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹം മലയാളികൾക്ക് നൽകിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും MT ഇനി എന്നും ജീവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പുസ്തകങ്ങളുമൊക്കെ നമ്മൾ എന്നും ഓർമ്മിക്കപ്പെടുന്നത് തന്നെയായി മാറുകയും ചെയ്യും. കൊട്ടാരം റോഡിലെ കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിൽ നിന്ന് MT യാത്രയാക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി നേരെ ശ്മശാനത്തിലേക്കാണ്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുശേഷം ചെറിയൊരു പൊതുസമ്മേളനമുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ, എഴുത്തുകാരൻ MT വിടവാങ്ങുന്നു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ ചൈതന്യമായിരുന്ന MT യാത്രയാവുകയാണ്. 7 പതിറ്റാണ്ടിലധികം നീളുന്ന അദ്ദേഹത്തിന്റെ ആ എഴുത്തു ജീവിതം വലിയ പാഠപുസ്തകം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച. എഴുത്തുകാരൻ, പത്രാധിപർ എന്നീ നിലകളിലൊക്കെ എത്രയോ പേർക്ക് പ്രചോദനവും മാതൃകയുമൊക്കെയായ MT വിടവാങ്ങുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് മലയാളക്കരയൊന്നാകെ. ഷിത ജഗത് ചേരുന്നുണ്ട്. ഷിത, പോലീസ് നന്നേ പാടുപെടുന്നത് കാണുന്നു. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് യാത്രയൊരുക്കുകയാണ് പോലീസ്. നേരെ ശ്മശാനത്തിലേക്ക് തന്നെയാണ്. അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് അവിടേക്ക്?